ആ ഓൺലൈൻ മാധ്യമത്തെ പിന്തുണച്ചതിൽ വളരെയധികം ഖേദിക്കുന്നു. തോൽവിയിൽ വളരെയധികം വിഷമവുമുണ്ട്. അതിജീവിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രമ്യ ഹരിദാസ്. യഥാർത്ഥത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും UDFന് ബാലികേറ മലയായിരുന്നുവെന്ന് ഓർക്കണമെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ചേലക്കരയിലെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ LDF 2021 നേടിയ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചെന്നും അത് ചെറിയൊരു പ്രവർത്തനമല്ലെന്നും രമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. തോൽവിയിൽ ദുഃഖമുണ്ടെന്നും രമ്യ തുറന്നു പറഞ്ഞു. MP ആയപ്പോൾ കിട്ടിയ ശമ്പളം പോരെയെന്ന് പറഞ്ഞിട്ടില്ലെന്നും കിട്ടുന്ന ശമ്പളം എങ്ങനെ പോകുന്നുവെന്നത് വിശദീകരിച്ചതാണെന്നും രമ്യ പറയുകയുണ്ടായി. 1,87,000 രൂപ കിട്ടിയിട്ടും പട്ടിണി മാറാത്തവളെന്ന സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപം ഒരുപാട് വേദനിപ്പിച്ചു. വ്യക്തിപരമായ പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും രമ്യ വെളിപ്പെടുത്തി. രമ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചേലക്കരയിലെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദി. പ്രചരണ രംഗത്ത് കഠിനാധ്വാനം ചെയ്ത നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ചേലക്കര അസംബ്ലി മണ്ഡലത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഇവ രണ്ടും എന്നും UDFന് ബാലികേറ മലയായിരുന്നുവെന്ന് ഓർക്കേണ്ടതുണ്ട്. മികച്ച പ്രവർത്തനങ്ങളിലൂടെ 2019 ആലത്തൂരിൽ നമ്മൾ ചരിത്രമാണ് സൃഷ്ടിച്ചത്. ഏറ്റവും സീനിയറായ നിലവിലെ മന്ത്രിയായ നേതാവിനെ തന്നെ ഇറക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മണ്ഡലം തിരിച്ചുപിടിച്ചപ്പോഴും ഭൂരിപക്ഷം കേവലം 20,000 വോട്ട് മാത്രമായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയായിരുന്നു ഞാനടക്കമുള്ള എല്ലാവർക്കും. തിരഞ്ഞെടുപ്പ് രംഗത്തിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും ചേലക്കരയുടെ കണക്കുകൾ കൃത്യമായി അറിയാമായിരുന്നു. ചേലക്കര മണ്ഡലം എന്നത് എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിനും കൃത്യമായി മുൻതൂക്കവും സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ്. അവിടെ കടന്നു കയറണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഈ സമയത്ത് കഠിനമാണെന്ന് തിരിച്ചറിവും നിലനിന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള സകല ഭരണ സഹായങ്ങളും ചേലക്കരയിൽ എത്ര ശക്തിയായി പ്രവർത്തിച്ചതെന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷെ ചേലക്കരയിൽ പ്രവർത്തകരുടെയും ജനാധിപത്യ മുന്നണിയുടെയും സംസ്ഥാന നേതാക്കളുടെയും നേതൃത്വത്തിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 40,000-ഓളം വരുന്ന ഭൂരിപക്ഷം 12,000 വോട്ടുകൾക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരം ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രവർത്തനമല്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ വിലയിരുത്തുന്നത്. തോൽവിയിൽ വ്യക്തിപരമായി എനിക്ക് ശരിക്കും ദുഃഖമുണ്ട്. UDFന്റെ പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. എന്നാൽ അതിജീവിച്ചേ പറ്റൂ. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കൂടുതൽ ശക്തിപ്പെടുത്തിയും വ്യക്തിപരമായി പോരായ്മകൾ ഉണ്ടെങ്കിലും അത് നികത്തിയുമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാലം കടന്നു പോകുമ്പോൾ ചേലക്കര അടക്കമുള്ള എല്ലാ കുത്തക മണ്ഡലങ്ങളും ഒരിക്കൽ നമ്മൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഈ തിരഞ്ഞെടുപ്പുമായും അല്ലാതെയും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ കൂടി മറുപടി വേണമെന്ന് എനിക്ക് തോന്നി. ഒന്നാമതായി ഉയർന്നു വന്ന ആരോപണം ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നായിരുന്നു. ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഒരിക്കലുമില്ല. അങ്ങനെ ഒരിക്കലും പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല. ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കുന്നുമില്ല. അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്കത്ര നല്ല അഭിപ്രായം അല്ല എന്നതാണ് സത്യം. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുകയെന്ന ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വാക്താവിൻ്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്ത് പ്രധാനമായും എത്തിയത്. അന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ ഒരിക്കലും ആയിരുന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചുവെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമതായി ഉയർന്നു വന്ന ആരോപണം MP ആയപ്പോൾ എൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു. ശരിക്കും എനിക്ക് ശമ്പളം പോരാ എന്നല്ല ഞാൻ പറഞ്ഞത്. കിട്ടുന്ന ശമ്പളം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാനന്ന് പറഞ്ഞിരുന്നത്. MP ആയതിനു ശേഷം ഇത്ര പണം ലഭിച്ചിട്ടും പട്ടിണിയാണെന്ന് ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശമ്പളവും അലവൻസുമായി ലഭിക്കുന്ന 1,87,096 രൂപയിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാതെ വായ്പയായി വാങ്ങിയ എൻ്റെ വാഹനത്തിൻ്റെ അടവ് പോകേണ്ടിയിരുന്നു. മിക്ക ദിവസം എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം. നല്ലൊരു തുക ഡീസലിനായി മാറ്റിവെക്കുകയും വേണം. മെയിൻ്റനൻസിന് പുറമെയാണിത് പ്രധാനമായും. ഗവൺമെൻറ് തരുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് മാത്രം 2 ജില്ലകളിലായി 7 നിയോജക മണ്ഡലങ്ങളിലുള്ള ആലത്തൂർ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയില്ലെന്ന് ഊഹിക്കാവുന്ന കാര്യമാണ്. അതിനായി വെച്ച സ്റ്റാഫുകളുടെ ശമ്പളവും ഓഫീസ് വാടകയും ഇതിൽ നിന്ന് കണ്ടെത്തുകയും വേണം. ഡൽഹിയിലെ ഒരു സ്റ്റാഫിൻ്റെ ശമ്പളം ഇതിന് പുറമെ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഡൽഹിയിലെ വീടിൻ്റെ ചാർജുകളുമുണ്ട്. ആലത്തൂരിലെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന എൻ്റെ വീട്ടുവാടകയും നിലനിൽക്കുന്നുണ്ട്. എല്ലാം കൂടി ബുദ്ധിമുട്ടാണെന്ന് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞിരുന്നത്. പട്ടിണിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അഭിമുഖത്തിൻ്റെ ഹെഡിങ്ങായി വന്നത് രമ്യ ഹരിദാസ് പട്ടിണിയിൽ എന്നായിരുന്നു. ഒരു സമ്പാദ്യം പോലും എൻ്റേതായി എനിക്കില്ല. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. സ്വന്തമായി ഒരു കുഞ്ഞു വീട് സ്വപ്നം കണ്ട് ജീവിച്ചയാളാണ് ഞാൻ. വർഷങ്ങളോളം എടുത്തായിരുന്നു അതിൻ്റെ പ്ലാസ്റ്ററിംഗ് നിലംവിരിക്കൽ പണി പോലും ചെയ്തത്. ഒരാർഭാടും ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഇതുവരെ കാണിച്ചിട്ടില്ല.
ഞാനൊന്നും സമ്പാദിച്ചിട്ടുമില്ല. ഒരു രൂപ പോലും ജനസേവനത്തിന് വേണ്ടി എടുത്തു വയ്ക്കാൻ എനിക്ക് എൻ്റേതായി വരുമാനമില്ല എന്നതാണ് സത്യം. ഒരു മാസം വണ്ടി കൂടുതൽ ഓടേണ്ടി വരുമ്പോൾ പേടിയാണ്. കാരണം ഡീസലിന് നീക്കിവെച്ച കാശ് തീരുമോ എന്ന പേടി. വലിയ സമ്പാദ്യം ഇല്ലാത്ത, വരുമാനമില്ലാത്ത ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും. അത് ഏത് പാർട്ടിക്കാരനായാലും. അത് വിവരിക്കുക മാത്രമായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ചെയ്തതെന്നും അതാണ് യാഥാർത്ഥ്യമെന്നും രമ്യ പറഞ്ഞു. ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും അന്ന് ജീവിച്ചിരുന്നത്. കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. പക്ഷേ 1,80,000 കിട്ടിയിട്ടും പട്ടിണി മാറാത്തവളെന്ന സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം വരുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ജീവിതത്തിൽ 5 രൂപ പോലും തികച്ചെടുക്കാനില്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് പലരുടെയും സഹായം കൊണ്ട് ജീവിച്ചതെന്നും ഞാൻ മറന്നിട്ടില്ല. ഒരിക്കലും ഞാനതൊന്നും മറക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരുവൾക്ക് ജീവിക്കാൻ 1,80,000 പോരാ എന്ന് പറഞ്ഞ് ഒരിക്കലും ആക്ഷേപിക്കരുത്. അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മളെല്ലാവരും. ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാരെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. എല്ലാ കോട്ടകളും വീഴുന്ന ദിനങ്ങൾ വരിക തന്നെ ചെയ്യും. ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തലുകൾ വരുത്തുക തന്നെ ചെയ്യും. രമ്യ ഹരിദാസ് തുറന്നു പറഞ്ഞു.